എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ വൈജിയോട് സംസാരിക്കുന്നു. അപ്പം വൈജി പറയുന്നത് ബാലേന്ദ്രൻ നിങ്ങളെ എല്ലാവരും പൊട്ടന്മാരാക്കി വെച്ചേക്കുവാണ് എന്നാണ്. അന്നേരം ഗംഗാധരൻ ചോദിക്കും, അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത്, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അലീന വന്ന സമയം തൊട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഓർത്തെടുത്ത് നോക്കി. ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ അവളെ വഴക്ക് പറയുമായിരുന്നു, അവളെ ഒരുപാട് ചീത്ത പറയുകയും പണിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു മരം പോലെ ഇരുന്ന് അതെല്ലാം മൂളിക്കേക്കുകയും കാണുകയും ഒക്കെ ചെയ്യുക മാത്രമാണ് ബാലേന്ദ്രൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരച്ഛനും സഹിക്കില്ല സ്വന്തം മോളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ. അന്ന് ബാലേന്ദ്രൻ പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അന്ന് അയാൾ പരമാവധി സഹിച്ചു, ഇപ്പം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പ്രതികരിച്ചത് എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല ഗംഗേട്ട, അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് പെണ്ണിന് ഈശ്വരൻ ജന്മനാ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയും. അന്നേരവും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ നീ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഒരു കാര്യം ഗംഗേട്ടൻ മനസ്സിൽ ഉറപ്പിച്ചോ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അലീനയുള്ള വീട്ടിലായിരിക്കില്ല ഞാൻ താമസിക്കുന്നത്. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ച കാര്യമാണ്. അതിൻ്റെ പേരിൽ ഭർത്താവ് നഷ്ടപ്പെട്ടാലും മക്കൾ നഷ്ടപ്പെട്ടാലും സ്വന്തം ജീവൻ തന്നെ പോയാലും അതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഏതായാലും ഞാൻ പോവുകയാണ്, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അങ്ങോട്ട് പോകുന്നു. ഭയങ്കര ദേഷ്യത്തിലും ഉറച്ച തീരുമാനത്തിലും ഒക്കെ തന്നെയാണ് വൈജയന്തി. ഗംഗാധരൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ആ സമയം കൊണ്ട് ബാലേന്ദ്രൻ ഗംഗാധരന് പോകാനുള്ള ടാക്സിയൊക്കെ വിളിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇറങ്ങി വന്നു കഴിയുമ്പം എങ്ങനെയാണ് കണ്ടിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം മാറ്റും എന്ന് തോന്നുന്നില്ല എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാം, എന്നിട്ട് അവിടെ തൊഴുതു പിടിച്ച് ഞാൻ അവളോട് ക്ഷമ പറയാം, എന്നിട്ട് പറയാം, രാജ്ഞി സ്വന്തം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇനിയും പരപുരുഷന്മാരെ പ്രാപിക്കുകയും ജാരസന്തതികളെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു, ഞാൻ ഭർത്താവിൻ്റെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ മാറി തൊഴുതു നിന്നോളാം എന്ന് പറയാം എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര ഇതൊരു ഹോസ്പിറ്റലാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ എന്നല്ല, UN അസംബ്ലി ആണെങ്കിൽ പോലും നിങ്ങളുടെ പെങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ പിടിവിട്ട് പോകും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗംഗാധരൻ പറയുക, എന്ത് ചെയ്യാം, അവൾ മാറാൻ ഇനിയും സമയമെടുക്കും, അവളുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറയുമ്പം നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവത്തിൻ്റെ കോണം എന്നോട് പറയില്ലേ, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. പിന്നെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഗംഗാധരൻ ഞാൻ പോകുവാണ് എന്ന് പറയുമ്പം, അപ്പോൾ ഞാൻ വണ്ടിയുടെ അടുത്ത് വരെ കൊണ്ടുവിടാമെന്ന് പറയും ബാലേന്ദ്രൻ. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ, അതുകൊണ്ടല്ല, അവിടെ ചെല്ലുന്നതോ വരെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, മറ്റേ പോങ്ങന്മാരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിനുള്ള ബോധം പോലും അവന്മാർക്കില്ല എന്ന് പറയുമ്പം ഗംഗാധരൻ പറയും, ബാലേന്ദ്രൻ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞു, അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പം, ഈ പറഞ്ഞ ബുദ്ധിയുണ്ടല്ലോ അത് അവന്മാർക്കില്ല, അതാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഗംഗാധരൻ്റെ കൂടെ തന്നെ ചെല്ലുന്നുണ്ട്. പിന്നീട് ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടർ വൈജയന്തിയെ വന്ന് നോക്കുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നോർമലായി. പിന്നെ ഭയങ്കരമായ പെയിനുണ്ട്, രാത്രിയിൽ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല, അതൊക്കെ റെഡിയായി വന്നോളും എന്ന് പറയുന്നുണ്ട് ഡോക്ടർ. ഏതായാലും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഡോക്ടർ പുറത്തേക്ക് പോകുന്നു. ഡോക്ടർ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും പുറത്ത് ബബിത നിൽപ്പുണ്ടായിരുന്നു. ബബിത കയറി വരും. എന്നിട്ട് അമ്മയോട് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നു. അന്നേരം നീ എന്താ ഇന്ന് കോളേജിൽ പോകാതിരുന്നത് എന്ന് വൈജയന്തി ചോദിക്കുമ്പം, എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇങ്ങനെ വെറുതെ കിടക്കുന്ന എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ആ സമയത്ത് കോളേജിൽ പോയിരുന്ന് എന്തെങ്കിലും പഠിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് കൊല്ലപ്പള്ളിയിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇനി എങ്ങനെയാണ് എന്ന് അറിയത്തില്ല, അവിടെ അമ്മാവന്മാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പോകണമെന്ന്, അതുകൊണ്ട് എങ്ങനെയാണ് എന്ന് അറിയത്തില്ല, ഇനി എത്ര കാലം അവിടെ നിങ്ങൾ കഴിയും, സ്വന്തം വീട്ടിലോട്ട് പോകണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയുമ്പം, അതിന് ഒരുപാട് കാലമൊന്നും അവിടെ കഴിയേണ്ടി വരില്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന താമസം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയുവാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, എനിക്ക് അലീന ഭരിക്കുന്ന വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, പോകണ്ടെന്നേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് വരുന്നിടം വരെ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ എന്ന്, ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന് പറയുന്നു. അന്നേരം ബബിത പറയുവാണ്, അമ്മ ഒരിക്കലും വിട്ടുകൊടുക്കാതിരുന്നാൽ മതി, എങ്കിൽ കുഴപ്പമില്ല എന്ന്. എന്നിട്ട് ഞാൻ പോയിക്കോട്ടെ അമ്മയെന്ന് ചോദിക്കും. അപ്പോൾ കൊള്ളാനും പറയും. അവിടെ നിന്ന് ഇറങ്ങുന്ന ബബിത നേരെ പോകുന്നത് ആ തേനീച്ചത്തലേൻ്റെ കൂടെയാണ്. അവൻ്റെ കൂടെ കറങ്ങാനായിട്ട് പോവുകയാണ്. കുറേ നേരം നോക്കി നിന്ന് കഴിയുമ്പോൾ അവൻ വരും. വന്നു കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഇന്നാൾ പോയില്ലേ അതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ബൈക്കിൽ കയറി കെട്ടിപ്പിടിച്ചിരുന്ന് രണ്ടുപേരും പോകുന്നു. പോയിട്ട് അവൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ഒരു റബ്ബർ തോട്ടം എന്തൊക്കെയാണ്, ഒരു ഒഴിഞ്ഞ സ്ഥലത്തുള്ള ഒരു വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ കയറി റൂം അടയ്ക്കുന്നു.
ഈ സമയം ഇവിടെ കൊല്ലപ്പള്ളിയിൽ രോഹിത്തും ഹരിയും കൂടി ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും ബബിത വീട്ടിലോട്ട് വന്നില്ല. ബസ്സിലാണെങ്കിൽ പോലും 1 മണിക്കൂർ കൊണ്ട് എത്താം, അവൾ എവിടെ പോയി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഇങ്ങനെ പരസ്പരം അവർ സംസാരിക്കുക. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് സംശയം ആ തേനീച്ച തലേനെയാണ് എന്ന് പറയും. അന്നേരം ഹരി പറയുന്നുണ്ട്, അവൻ ഭൂലോക ഉടായ്പാണ്, അതൊരു ഫോറസ്റ്റ് ആണെങ്കിൽ അവൻ്റെ തലയിൽ എല്ലാ വന്യജീവികളും ഉണ്ട്, ആ ഒരുത്തനാണ്, അവൻ്റെ പേര് അമൽ എന്നാണ്, പക്ഷേ അത്ര നിഷ്കളങ്കനൊന്നും അല്ല അവൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം അതെന്താണെങ്കിലും ഒന്ന് പൊളിച്ചെടുക്കണം, അവനും അവളും തമ്മിലുള്ള ബന്ധം ശരിയാകിയല്ല എന്നൊക്കെ രോഹിത്ത് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും ബബിത ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങും കേട്ടോ. ആദ്യം ഒരു മൈൻഡ് ചെയ്യാതെ കാണാത്ത പോലെ ഇരിക്കും. കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും രോഹിത്ത് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാടിയെന്ന്. എന്നിട്ട് ഞാൻ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയതെന്ന് ചോദിക്കുമ്പം, എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ അമ്മയുടെ അടുത്തായിരുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ലല്ലോ, നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 4 മണിക്കൂറായല്ലോ, എന്നിട്ട് എന്താ ഇങ്ങോട്ട് വരാതിരുന്നേ എന്ന് ചോദിക്കുമ്പം, അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയതാ എന്ന് പറയും. അന്നേരം ഗേൾ ഫ്രണ്ടാണോ ബോയ് ഫ്രണ്ടാണോ എന്ന് ചോദിക്കും. അന്നേരം ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ഒരു പെങ്കൊച്ചിൻ്റെ പേരും പറയും. അന്നേരം അവളുടെ നമ്പർ ഒന്ന് തന്നെ ഞങ്ങളൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് ഹരി പറയുക. അന്നേരം ഞാൻ ഹരിയേട്ടൻ്റെ നമ്പർ തരികയില്ല എന്ന് പറയുമ്പോൾ, അതിനാടി നീ അങ്ങനെ പറഞ്ഞത് എന്ന് ഹരി ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ടേ, അതെ നല്ല ബെസ്റ്റ് ആളാ എന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് തരാത്തത് എന്ന്. അന്നേരം രോഹിത് പറയും, എങ്കിൽ നീ എൻ്റെ കയ്ത്താ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പം, ഏതായാലും 2 പേർക്കും ഞാനിപ്പോൾ നമ്പറൊന്നും തരാൻ പോകുന്നില്ല, നിങ്ങൾ പല സ്ഥലത്തും പോകാറുണ്ടല്ലോ, അതാരെങ്കിലും ചോദ്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഞങ്ങളെ ആണുങ്ങളാ, നീ പെണ്ണാ, അത് നീ മറക്കണ്ട എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, ഞാനൊരു പെണ്ണാണ് എന്നുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട്, എന്നെ ചോദ്യം ചെയ്യാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല, ബെസ്റ്റ് ആൾക്കാർ റേപ്പിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ബബിത. ഇത് കേട്ട് ദേഷ്യം വന്ന് റെഡി എന്ന് പറഞ്ഞ് ഹരി അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും കയ്യെ പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ രോഹിത്ത്. എന്നൊക്കെ പറഞ്ഞാൽ അനീതിയല്ലേ. ഏതായാലും അവളങ്ങ് പോയി കഴിയുമ്പം ഹരി പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ടടാ, ഇവളുടെ ഈ ചുറ്റിക്കറക്കം നമുക്ക് തീർത്തു കൊടുക്കാം, അവനെ കൈ കിട്ടിയ 2 ഇടി അവനും വെച്ച് കൊടുക്കണമെന്നൊക്കെ ഹരി പറയുന്നുണ്ട്. ഏതായാലും ഹരി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തും. അവൻ അതുപോലെ ഒരു ക്രൂക്കറ്റ് മൈൻഡ് ആയതുകൊണ്ട് തന്നെ അവൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വൈകിട്ട് രഞ്ജുവിനെ വിളിക്കുവാണ്. എന്നിട്ട് അവളോട് പറയും, ബബിതയ്ക്ക് ഒരു പ്രേമബന്ധമുണ്ട്, നീ അതൊന്ന് അന്വേഷിച്ചറിയണം, ഇനി അവനും അവളൂടെ എന്നാണ് മീറ്റ് ചെയ്യുന്നത്, അങ്ങനെ തീരുമാനം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് ആ ഡേറ്റ് എന്നോട് പറയണമെന്ന് പറയും. അന്നേരം അതെന്തിനാ, അവൾ ഒരാളെ പ്രേമിച്ചെന്ന് ഓർത്ത് നിങ്ങൾക്ക് തന്നെ കുഴപ്പം, നിങ്ങൾക്കും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഹരി പറയുന്നുണ്ട്, അവൾ പ്രേമിക്കുന്നതേ അത്ര വെടുപ്പായി ഒരുത്തിനെ അല്ല, അതുകൊണ്ട് തന്നെ അവളുടെ ഭാവി ചിലപ്പം കുളവാകും, അവൻ അവളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയും. അന്നേരം ഏതായാലും അന്വേഷിച്ചിട്ട് പറയാമെന്ന് രഞ്ജു പറയുന്നുണ്ട്. അതിന് പകരം അവളുടെ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കണമെന്ന് പറയും. ചെയ്ത് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ രഞ്ജു റൂമിലേക്ക് വരുമ്പോഴും ബബിത ഫോണിൽ തന്നെയാണ്. അന്നേരം എപ്പോഴും നീ ഫോണിലാലോ, എന്താ എന്നൊക്കെ ചോദിച്ച് പയ്യെ അമലിലേക്ക് എത്തുവാണ്. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, അന്നേരം എങ്ങനെയാണ്, നിനക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണോ, ജോലിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ബബിത പറയുവാണ്, ജോലിയൊന്നുമില്ല, അവനിപ്പം ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ നിൽക്കുവാണ്, ഫ്രൂട്ട് സ്റ്റാൾ അവൻ്റെ അച്ഛൻ്റെയാണ് എന്നൊക്കെ പറയും. അന്നേരം അതേ ഉള്ളൂ, അല്ല ജോലിയൊന്നും ഇല്ലേ, ജോലി ഇല്ലാത്തവനെ ഒന്നും കയറി പ്രേമിക്കല്ലേ എന്ന് രഞ്ജു പറയുമ്പം, അല്ലെന്നേ അവനൊരു ആർക്കിടെക്റ്റാണ്, അത്യാവശ്യം കഴിവെന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുവാണ്. എന്നിട്ട് ബബിത അതിൻ്റെ കൂടെ പറയുവാണ്, ജോലിയില്ലാത്തവനെ കെട്ടാതിരുന്നാൽ പോരെന്ന്. അന്നേരം ബാക്കിയെല്ലാം നടത്താമെന്നാണ് ബബിത വിചാരിച്ചേക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും രഞ്ജു ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം അവൻ നിന്നെ കളഞ്ഞിട്ട് പോയാലും നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ, അതോ അവൻ അഡിക്റ്റ് ആയോ എന്ന് ചോദിക്കും. അന്നേരം അഡിക്റ്റൊന്നും ആയിട്ടില്ല, പിന്നെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ കൊല്ലും എന്ന് പറയുമ്പം രഞ്ജു പറയുന്നുണ്ട്, അപ്പം നീ അഡിക്റ്റായി, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ബബിതയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിലും ഈ ബബിതയും അമലും കൂടെ എവിടെയോ പോവുകയാണ്. അവൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് പുറകെ ചെന്ന് ഹരി. അപ്പോൾ ഹരി അതെല്ലാം ഫോണിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബബിത തിരിച്ചു വന്ന് കഴിയുമ്പോൾ ബബിതനെ ഇതൊക്കെ കൊണ്ട് കാണിക്കുന്നു. ബബിത ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് കാല് പിടിക്കുവാണ്. ഹരിയേട്ട ഇതാരോടും പറയില്ലേ എന്ന് പറഞ്ഞ്, മിക്കവാറും ഇത് പറഞ്ഞായിരിക്കും ഇനി ഇവൻ ബബിതേനെ മിസ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും ആകെ വിഷമിച്ച് കാല് പിടിക്കുന്ന ബബിതയെ കാണിക്കുന്നുണ്ട്. ഒരു വഷളം ചിരിയും ചിരിച്ച് നിൽക്കുന്ന ഹരിയും കാണിക്കുന്നുണ്ട്. പിന്നെ വൈജയന്തിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന അലീനയാണ് കാണിക്കുന്നത്. അലീന പറയുന്നുണ്ട്, അവസാനം വരെ ഞാനേ കാണുള്ളൂ എന്ന്. അന്നേരം നിന്നെ എനിക്ക് കാണുകയും വേണ്ട, നീ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും വേണ്ട എന്ന് പറയുമ്പം, ഇങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ അമ്മയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം, നീ ആരാന്നാ പറഞ്ഞത്, നിൻ്റെ അമ്മയാണോ, ആ വാക്ക് നീ ഉച്ചരിക്കരുത്, എനിക്ക് കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുവാണ് വൈജയന്തി. താടിയെല്ലിനെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കും, അനങ്ങാൻ മേല, എങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല വൈജയന്തിക്ക്. ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.